കുക്കാണ് വണ്ടി ഓട്ടാൻ പോണേ. അടിക്ക അതുകൂടെ ഉണ്ടോ? ഇനിയിപ്പോൾ ഈ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഇതുപോലെയും തോന്നുന്നുണ്ട് അല്ലടാ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങളുള്ളത് പൊള്ളാച്ചിയിലേക്ക്. ഇന്നലെ വന്നില്ലേ? ഇന്നലെ വന്നത് ദർഗയിലാണ്. ദർഗയിൽ നിന്ന് ഞങ്ങൾ പോയില്ല. നമ്മൾ പൊള്ളാച്ചിയിലേക്കാണ് പോകുന്നത്. പൊള്ളാച്ചി ഇവിടെ തന്നെ 10-12 കിലോമീറ്ററൊക്കെ ഉള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് കുക്ക് ചെയ്ത് പോകാൻ തരും. കാരണം നല്ല പ്രകൃതിയായിട്ടാണ് ഈ കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ഈ പാലം എന്ന് പറയുന്നത് ഇവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയിലൊക്കെ പോയിട്ട് എല്ലാവരും കുളിച്ചൊക്കെ വരുന്നുണ്ടല്ലേ. രസമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ ഞങ്ങളുടെ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഉണ്ടാക്കാൻ പോണ സാമ്പാറാണ്. അപ്പോൾ അതിലേക്ക് ഞങ്ങളടുത്തുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുകയാണ്. അതായത് ഉള്ളിയുണ്ട്, കിഴങ്ങുണ്ട്, ക്യാരറ്റ് ഉണ്ട്, തക്കാളി ഉണ്ട്, പിന്നെ ഒരു മുരിങ്ങക്കായ ഉണ്ട്, വെണ്ടയ്ക്കയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ, ബാക്കിയൊന്നുമില്ല. പിന്നെ കുറച്ച് പരിപ്പുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മമ്പയർ വെള്ളത്തിലിട്ടില്ലേ, കുറച്ച് മമ്പയർ വെള്ളത്തിലിട്ടു. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കണം. എന്നിട്ട് നമുക്ക് ഒരു സാമ്പാർ വെച്ച് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് സാമ്പാർ വെക്കുന്നത്. ഈ സാമ്പാർ എന്തെങ്കിലും വെച്ച് നോക്കിക്കണോ? ഇല്ല. ചോറും ഉള്ളിക്കറി, തക്കാളി, മുട്ടയൊക്കെ ഉണ്ടാക്കുമെങ്കിലും സാമ്പാർ ആദ്യമായിട്ടാണ്. അത് എന്താവും അറിയില്ല. സാമ്പാർ ആയില്ലെങ്കിൽ സാമ്പാറിൻ്റെ വക്കക്ക് ഇത് വരും, ഉറപ്പാ. ഫസ്റ്റ് വെപ്പല്ലേ. എന്നാൽ പിന്നെ ഞങ്ങൾ തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനും ഷെയർ അടിക്കാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. ഓട്ടോ ലൈഫാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓട്ടോറിക്ഷയിൽ തന്നെ കിടന്ന് ഉറങ്ങി കുക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ച് യാത്ര ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് എത്തണം എന്ന് കരുതിയിട്ടാണ്. അതിന് മുമ്പായിട്ട് കേരളം പിടിക്കാമെന്ന് കരുതി. പക്ഷേങ്കിൽ കേരളത്തിലെ കാലാവസ്ഥ മോശമായതുകൊണ്ട്, മഴ ആയതുകൊണ്ട്, മോശം എന്ന് പറയുന്നില്ല, മഴയല്ലേ, മഴ ആയതുകൊണ്ട് ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് പൊള്ളാച്ചിയിലേക്ക് കയറിയതാണ്. ഇനി ഇവിടെ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും, തമിഴ്നാടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആന്ധ്രയിലേക്ക് കയറുള്ളൂ. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. പിന്നെ ഞങ്ങളുടെ പ്രഭാത കർമ്മങ്ങളായിട്ടുള്ള ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ദർഗയിൽ ഉള്ള സൗകര്യമുണ്ട്, ടോയ്ലറ്റും കാര്യമൊക്കെ അവിടെ ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ കുളിക്കാൻ ഞങ്ങൾ പുഴയിലേക്കാണ് പോകുന്നത്. പുഴയിൽ പോയി കുളിച്ച് ബ്രഷ് ചെയ്തിട്ടൊക്കെ വരാം. അപ്പോഴേക്ക് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം പോവാം. നമുക്ക് സ്വസ്ഥമായിട്ട് കുളിയും കഴിഞ്ഞ് വന്ന് ചായയും കുടിച്ചിട്ട് പോവാമല്ലോ. രാവിലെ ചായക്ക് എന്താണ്? ചായക്ക് അവര് വേണോ അപ്പം വേണോ? അവര് മതിയോ? പിന്നെ ഞാൻ അപ്പം കൂടി ഉണ്ടാക്കി ടൈം കളയണ്ടല്ലേ. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ അവിലായിക്കോട്ടെ. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഞങ്ങളുടെ ഒരു സാമ്പാർ കണ്ടു നോക്കി, ചിലപ്പോൾ ഇഷ്ടമാവും, ചിലപ്പോൾ ഇഷ്ടമാവില്ല. ഇന്ന് ഞങ്ങൾ കുക്കർ അനെ കണ്ടിച്ച് പബ്ജി ചെയ്ത ആൾക്കാരായതുകൊണ്ട് പബ്ജിയിലുണ്ട്, പ്ലേറ്റ് ഉണ്ടല്ലോ, പാനുണ്ട്, തോക്കിട്ടില് വേണ്ട. അല്ല അതില് കൊള്ളൂലേ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ. ഇത് ചെറിയ കുക്കറാണ്. ഒന്നിട്ടാ ഞാൻ പിടിക്കാം. മറ്റേ കാലുമന്ന് പോയാല് പണി കൊള്ളൊക്കെ ഡൗട്ടാണ്. കൊള്ളാതെ കൊള്ളൂലേ. ഇപ്പത്തെ എത്ര കൈ, ഇപ്പത്തെ വെള്ളം ഒഴിക്കണ്ടേ. ഫുള്ള് കേട്ടോ. സാമ്പാർ വന്നിട്ട് സാമ്പാർ എന്താകും? ആദ്യമായിട്ട് വെക്കാണ്. ഉഷാറാകുവോ? സെറ്റ് ഇതിന് വെള്ളം ഒഴിക്കാൻ കേട്ടില്ല. കുറുകിയ സാമ്പാർ നമ്മൾ ഉണ്ടാക്കാൻ പോണേ. കുറുകുറുന്നനുള്ള സാമ്പാറാണ്. എന്താവും കണ്ട ഇതൊന്ന് ഇത് തിളച്ച് കഴിഞ്ഞാലേ ഇതൊന്നോട്ട് സെറ്റാവും. എൻ്റെ കഞ്ഞി എന്തായി? ആയോണ്ടിരിക്കട്ടെ. ഇനി പരിപ്പുണ്ട്, പരിപ്പ് ഇടാം. നല്ല സുഖ. ഉള്ളതിൽ വലിയ കുക്കർ ഇടുന്നോണ്ടേ അത് ഫുള്ളായി. അപ്പോൾ അത് ഫുള്ളാകാൻ പറ്റൂല. അപ്പോൾ നമ്മൾ വേറെ നമ്മളെ ചട്ടിയില്ലേ, ചട്ടിയിൽ തന്നെ വെക്കാം സാമ്പാർ കേട്ടോ. ഇത് ഇത്ര ഫുള്ള്. ഇതെന്താ വെച്ചാൽ പച്ചക്കറിന് അത്യാവശ്യമുണ്ട്. ഇതിലിപ്പോൾ വെള്ളം എന്ന് പറഞ്ഞുണ്ടോ, അത് ഇത്ര മേലെ വെക്കണുള്ളൂ. വേഗം വേണ്ടേ. ഓഹോ,
പിള്ളേർക്ക് ഏറ്റവും വലിയ കുക്കറാണതേ. ഏതായാലും കുക്കറൊക്കെ ഒന്ന് വലുത് വാങ്ങണം. തൽക്കാലം ഇങ്ങനെ പോട്ടെ. മമ്പയർ എടുത്താണ്ട് കുറച്ച് വെള്ളത്തിലിട്ടുണ്ട്. കുറച്ചൊരു ഉപ്പേരി പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് എഴുതിയിട്ട് എടുത്തതാണ്. ഒരു ചോറ് ഊറ്റണ കൊട്ടക്കയിലോ കൊട്ടയോ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇത്. അങ്ങനെ വേണം എന്ന് ഊറ്റുക. കുക്കറിന് പണിയുണ്ട്. കുക്കറിൽ നമ്മൾ മമ്പയർ ഇതിലിട്ട് വേവിക്കണേ. ഇതാ ഇതിനൊക്കെ പറ്റുള്ളൂ. നിങ്ങൾ ചെറിയൊരു സാധനമാണേ. ഈ കണ്ണാടിൻ്റെ അത്ര ഉള്ളതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. ഇതാ ചെറിയ സാധനം. എന്നടാ സാമ്പാർ ആയിരട്ടാ. കളറ് മോനെ മുളക് നല്ല ഒട്ടുന്നില്ല. ആട്ടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആ ഉപ്പേറിയോ? എന്ത് കറിക്കും? മുരിങ്ങാക്കായാണ്. അപ്പൊ ഞങ്ങളുടെ ഇത് സാമ്പാർ പറയുന്നത് ഉള്ളി തക്കാളി കിഴങ്ങ് മുരിങ്ങാക്കായ് ക്യാരറ്റ് തുടങ്ങിയ മുതലായവൊക്കെ ഇട്ടിട്ട് ഒരു കറി. സാമ്പാർ അതിനെ വേണമെങ്കിൽ നമ്മൾ സാമ്പാർ എന്ന് പറയും. ഇതിനെ നിങ്ങൾക്ക് സാമ്പാർ അല്ലാതെ ഞാൻ പറഞ്ഞ കറി എന്ന് വിളിച്ചാൽ മതി. ഞാൻ അത് വാങ്ങിച്ചിട്ട് നമ്മുടെ അടിക്കട്ടം വിസില്. ഓന് രണ്ടോ മൂന്നോ വിസില് വേണ്ട വരില്ലടാ. 3 വിസിൽ അടിച്ചോട്ടെ. അടിച്ചോട്ടെ. അങ്ങനെ ഇതാണ് ചായപ്പൊടി. തേയില പറിച്ച് ഉണക്കി ചായ കുടിക്കാത്തൊരു ഉഷാറില്ല. മതിയാവില്ലല്ലോ, കുറച്ചുകൂടി വേണം. മതി. നമ്മളുടെ കുക്കൂല് നമ്മളെ സാധനത്തിന് വെച്ചിനി. കുക്കു സംഭവം ബന്ധം കേട്ടോ സാധനം. ഇതിന് വെള്ളം പറ്റിയില്ല ഉണ്ടാ അല്ലേ. അടപ്പ് ഊരി വെക്കുക കേട്ടോ ഇനി, അല്ലാതെ വേറെ രക്ഷയില്ല. പിന്നെ നമ്മൾ ഫ്ലാസ്കിലേക്ക് ചായ നമ്മൾ ഇനി എപ്പോഴേലും കുടിക്കണമെങ്കിൽ കരുതിയിട്ടാണ് ഒഴിച്ച് വെക്കാറുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ച് വെക്കാറുണ്ട് അല്ലേ. ആ കറക്റ്റാണല്ലോ. ഒരു ഗ്ലാസ് ബാക്കിയുള്ളതല്ലേ. എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കണം. അടുപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് കുളിക്കാൻ വേണ്ടി പോകണം. ഒരു ലോക്കും ഇല്ലാതെ നമ്മളുടെ വണ്ടി അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ പുഴയിലേക്ക് പോവുകയാണ്. ഈ ഒരു കാര്യത്തിലാണ് നമ്മൾക്കൊരു പേടിയുള്ളത്. കാരണം നമ്മുടെ വണ്ടിക്ക് പ്രത്യേകിച്ച് ലോക്കൊന്നും ഇല്ലല്ലോ. ഇതിലെങ്ങനെ പോകാലോ. ഞാൻ ഇതിലൊന്നും പോകണ്ട. ഇത് കാണുന്നത് തന്നെയാണ് പുഴ എന്ന് പറയുന്നത്. നമുക്ക് എന്താ ഇവിടെ ധൈര്യം എന്താ വെച്ചാൽ ദർഗയിൽ CCTV കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പോയി കഴിഞ്ഞിട്ട് പിന്നെ CCTV നോക്കിയിട്ടും കാര്യമില്ല. പക്ഷെ എന്നാലും അവിടെ അത്ര പ്രശ്നങ്ങളുണ്ടാവില്ല. നമുക്കൊരു ധൈര്യമാണ്. ഇത് എന്താ അലിയാർ റിവറോ അലിയാർ ഡാമോ എന്തോ ഒന്ന് മേലെയുണ്ട്. അതിൽ നിന്ന് വരുന്ന വെള്ളമാണെന്നാണ് ആ കാക്ക എന്നോട് പറഞ്ഞത്. ആഹാ. ഓ ഞങ്ങൾ ഇവിടെയാണ് കുളിക്കുന്നത് കേട്ടോ. ഇവിടെ കുളിക്കാം സൂപ്പറായിട്ട്. എന്താ ഇത്രയും ആളുകൾ ഇവിടെ കുളിക്കുന്നുണ്ട്. നമുക്കിവിടെ സുന്ദരമായിട്ട് സൂപ്പറായിട്ട് കുളിക്കാം. ഇവിടെ ആ ഒരു പാറയിലേക്കൂടെ പോയാൽ ചാടുമ്പോൾ ശ്രദ്ധിക്കണം. വീണ് കഴിഞ്ഞാൽ പോയി. ഇത് ചെറിയൊരു ഇളക്കുണ്ട് കേട്ടോ. ഓനെ ഉണ്ടോ ദമ്മെടുക്കണ്ടാവും അവിടെ. ഇവിടെ നമ്മളെ സാധനങ്ങളൊക്കെ വെച്ച് നോക്കാം. ഞങ്ങൾ പാത്രമൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ് കഴുകാൻ വേണ്ടിയിട്ട്. ഇതിന് മേലെ കൂടെ വണ്ടികൾ പോകുന്നു. ഞങ്ങൾ ഇതിൻ്റെ താഴത്തുണ്ട്. ഞങ്ങൾ മാത്രമല്ല, അതിലൊക്കെ ധാരാളം കുളിക്കാറുണ്ട് കണ്ടോ. ഇഷ്ടംപോലെ ആളുകൾ കുളിക്കുന്നുണ്ട് അവിടെയൊക്കെ. ഞങ്ങളിവിടെ സ്വസ്ഥമായിട്ട് കുളിക്കും. ഞാനാ പറഞ്ഞ അലിയാർ ഡാം നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. കാരണം എന്താ വെച്ചാൽ ഈ അലിയാർ ഡാം എന്ന് പറയുന്നത് നമ്മളുടെ വാൾപ്പാറ വഴി നമ്മൾ പൊള്ളാച്ചിയിലേക്ക് ഇറങ്ങുമ്പോൾ അപ്പോൾ നമ്മൾക്ക് ആ ഒരു ചുരം ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു ഡാമുണ്ട്. ആ ഒരു ഡാമാണ് അലിയാർ ഡാം എന്ന് പറയുന്നത്. ആ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണത്. അതിൽ മത്സ്യബന്ധനമുണ്ട്, വൈദ്യുതി ഉൽപ്പാദനമൊക്കെ ഉണ്ട്, എല്ലാവിധ സംഭവങ്ങളും ഉണ്ട്. ഈ ഒരു നദി ഇതിലെങ്ങനെ ഒഴുകുമ്പോൾ തികച്ചൊരു കേരളീയ ഭംഗി ഇത് തമിഴ്നാടിന് കൊടുത്തുകൊണ്ടാണ് പോകണത്. കാരണം എന്താ വെച്ചാൽ ഈ സൈഡൊക്കെ തെങ്ങുകളുണ്ട്, ആ സൈഡും തെങ്ങുകളാണ്. ധാരാളം പേരാണ് ഈ ഒരു നദിയെ ആശ്രയിച്ചുകൊണ്ട് ഇതിൻ്റെ അരികിൽ കൃഷി ചെയ്തിട്ടുള്ളതും. അതുപോലെ തന്നെ ഈ ദർഗയിൽ വരുന്ന ആളുകളൊക്കെ ഇതിൽ നിന്നാണ് കുളിക്കുന്നത്. അവിടെ ആയിട്ട് ദർഗ പറഞ്ഞ ഇവിടെയാണ്. അവിടെ നിന്ന് അങ്ങനെ വന്ന് അവിടെ നിന്ന് കുളിക്കും. ഇപ്പോൾ നമ്മളും തന്നെ ട്രാവൽ ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കും തന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നദിയിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ കുളി എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് പേരാണ് ഈ ഒരു നദിയിൽ കുളിക്കുന്നത് കേട്ടോ. നല്ല രസകരമായ കാഴ്ചയാണ്. നമുക്കും തന്നെ
ഞങ്ങളുടെ പാത്രം കാര്യമൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കഴുകി വെക്കണം. അതിനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. ഇതിൽ മീനുകളുണ്ടോ? വലിയ വലിയ പരലുകൾ ഒക്കെ ഉണ്ട്. മീൻ പിടിച്ചാലോ എന്ന് ആലോചിക്കണ്ടേ ഞങ്ങൾ. ദർഗയിൽ നിന്ന് ഞങ്ങൾ പോവാണ്. കുളി കഴിഞ്ഞു, ചായ കുടിച്ചു. ഇനി നമ്മൾ പോകുന്നത് പൊള്ളാച്ചി ടൗണിൽ പോകണം. പക്ഷേ ഈ ചാർജറിന് കംപ്ലൈൻറ്റ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ കുത്തി വെക്കുമ്പോൾ കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇനി പളനി റൂട്ടാണ് പോവാം. പളനിയിൽ പോയിട്ട് പളനിക്കൊന്ന് പോകണം ഞാൻ. അപ്പോൾ ഞങ്ങൾ ആ സൈഡ് പിടിക്കുവാണ്, പളനി സൈഡ് പിടിക്കുവാണ്. എന്നിട്ട് ആദ്യം നമുക്ക് വേണ്ടത് വെള്ളമാണ്. വെള്ളം വേണം, അതുപോലെ തന്നെ ഡീസൽ അടിക്കണം. വെള്ളവും ഡീസലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ യാത്ര ചെയ്യാം. കാരണം ഭക്ഷണമൊക്കെ നമ്മളൊക്കെ സെറ്റാണ് അല്ലേ? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോകും. ഏതായാലും ഇനി ഈ പാലം കഴിഞ്ഞിട്ട് അവിടെ വെള്ളമുണ്ട്. അവിടെ വെള്ളം എടുത്തിട്ട് ഡീസലും മെക്കാനിക്കാക്കിയിട്ട് വിട്ട് നോക്കാം. പളനി ഡീസൽ 93.4 ലിറ്റർ. ഫുൾ. നമ്മൾ ഈ ഒരു ക്യാനിന് ഫുള്ളാക്കാറാണ് പതിവ്. അപ്പോൾ നമ്മൾ ടാങ്കിൽ അര ടാങ്ക് എണ്ണ ഉണ്ട്. അത് അത്ര ഫുള്ളാകാൻ വേണ്ടിയിട്ട് 5.49 ലിറ്റർ 510.79 പൈസ. ക്യാനിൽ വെള്ളം വേണ്ടേ? എൻ്റർപ്രൈസസ് അത് ഇവിടെ കിട്ടുമെന്നാ പറഞ്ഞത്. ചോദിച്ചു നോക്കാം. അത് ചിന്തിക്കാം. ഇത് മിനറൽ വാട്ടറിൻ്റെ ഹോൾസെയിലിൻ്റെ ഷോപ്പ് കേട്ടോ. ഇതെന്നാണ് നമ്മുടെ നമ്മുടെ ആ ഒരു ക്യാനത്തെ വെള്ളം നമ്മളായിട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ നമ്മൾ കോയിനിട്ടാണ്ടല്ല എടുക്കുന്നത്. ഞാൻ കരുതി അങ്ങനെയാണ്. പക്ഷേങ്കിൽ ഒരു ക്യാനത്തെ വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ചോദിച്ചാലാ 20 ലിറ്റർ ആട്ടോ. നമുക്ക് ഒരു ക്യാൻ പറഞ്ഞാൽ 20 ലിറ്റർ ആണല്ലോ. 20 ലിറ്റർ വെള്ളമാണ്. 30 റുപ്യാണ് ഇതിൻ്റെ വില. കൊണ്ടുപോലെ പൊള്ളാച്ചി ടൗണിലാണ്. പൊള്ളാച്ചി ടൗണിലൂടെ തെരാപ്പാര എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്യാമറൻ്റെ സ്റ്റാൻഡിന് കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ ഞാനത് ഇൻസ്റ്റലേഷൻ വെച്ചാണ്ട് ഒട്ടിച്ചേക്കുവാണ്. അപ്പോൾ അത് കിട്ടുമോ നോക്കി തപ്പി നടക്കുവാണ്. പക്ഷേ മൊബൈൽ ഷോപ്പുകളിലൊന്നും ആ സാധനം ഇല്ല കേട്ടോ. പിന്നെ ക്യാമറ ഷോപ്പുകളിൽ അന്വേഷിക്കുകയപ്പോൾ അവിടെ ഇല്ല സാധനം. ഇനിയിപ്പോൾ ഇവിടുന്ന് കിട്ടുക നോക്കട്ടെ. ഞങ്ങൾ പൊള്ളാച്ചിയിൽ നിന്നും പളനിയിലേക്ക് പോവാണ്. പളനിയിൽ പോയിട്ട് പിന്നെ അങ്ങനെ ചെന്നൈ കയറി പോകും. ഇവിടെ എവിടെയും നമുക്ക് ആ സ്റ്റാൻഡ് കിട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മൾക്ക് വേറെ എന്താ ചാർജറിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് തൽക്കാലം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതും കിട്ടുകയല്ല അവിടെ. ഞാൻ നമ്മുടെ പൊള്ളാച്ചിയിലൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ ചെന്നൈയിലെത്തിയിട്ട് നമുക്ക് ചിലപ്പോൾ സ്റ്റാൻഡ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ വണ്ടിക്ക് ചെറിയൊരു സൗണ്ട് മാറ്റമുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. എന്തോ ഒരു വൃത്തിയായിട്ട് സൗണ്ട് വരുന്നുണ്ട്. ഏതായാലും നമുക്ക് പളനി വിട്ട് നോക്കാം. പളനിക്ക് പോകുന്ന ഹൈവേ ആണ്. പണി നടന്നുകൊണ്ട് നിൽക്കുവാണ്. നമ്മളുടെ ഈ വീലുമെന്നാന്ന് തോന്നുന്ന ഒരു സൗണ്ട് വരുന്നുണ്ട്. സൗണ്ട് എന്ന് പറഞ്ഞാൽ കട്ട പൊട്ടിയ പോലെ, മൗണ്ടിൽ നമ്മൾ വെക്കുന്ന കട്ട ഉണ്ടല്ലോ, ആ പൊട്ടിയ ഉണ്ടാകുന്ന സൗണ്ട് പോലെയാണ്. അപ്പോൾ നമുക്ക് ടയർ പൊക്കണം. അതിന് വേണ്ടിയിട്ട് ജാക്കി എടുക്കുക. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ അങ്ങനെ രണ്ടാളും കൂടെ പൊന്തിച്ചാൽ കിട്ടിയില്ലെങ്കിലും ശരിക്കും ഇതിങ്ങനെ പൊന്തിച്ചാനുള്ളൂ വണ്ടി. പക്ഷേ വയ്ക്കുമോ? ജാക്കി വെക്കാം അല്ലേ? എനിക്ക് തോന്നുന്നത് ഇത് കട്ട പൊട്ടിയത് തന്നെ ആവാനാണ് സാധ്യത. കട്ടയാണെങ്കിൽ നമ്മൾ കട്ട കരുതിയില്ല. അതില്ലാതെ വണ്ടി ചിലപ്പോൾ മൗണ്ട് കംപ്ലൈൻ്റ് ആവും. ആക്സിൽ കംപ്ലൈൻ്റ് അടിച്ചു ചെക്ക് പണി. ശരി. കറക്കി നോക്കുമ്പോൾ സൗണ്ട് ഇല്ല കേട്ടോ. സൗണ്ട് കേൾക്കില്ലല്ലോ. പക്ഷെ അത് വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോൾ തന്നെ ആ സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ സ്റ്റാർട്ട് ആക്കുമ്പോൾ തന്നെ വരിക. സ്റ്റാർട്ടിങ്ങിൽ വരുന്നുണ്ടല്ലോ. ഇത് റണ്ണിങ്ങിലുള്ളൂ ഈ പ്രശ്നം വരിക. അത് സ്റ്റാർട്ടിങ്ങിൽ വരുന്നുണ്ടെങ്കിൽ വേറെ എന്തോ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതല്ല, വേറെന്തെങ്കിലും അവിടെ ഉണ്ടോ. ഇനിയിപ്പോൾ ഈ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഇതുപോലെ തോന്നുന്നുണ്ട് അല്ലടാ. ഈ സൗണ്ട് പോലെ തോന്നുന്നുണ്ട്. അതിൻ്റെ നമ്മുടെ വണ്ടിൻ്റെ വണ്ടി കണ്ട ഒക്കെ തുരുമ്പാണല്ലോ. നല്ല രസമായിട്ടുണ്ട്.
ഇതേപോലത്തെ സൗണ്ട് തന്നെ കേൾക്കണേ. ഈ വയർ ചേട്ടാ ഇവിടെ കല്ല തിരുമ്പാണല്ലോ. വയർ ഇത് അകത്തേക്ക് കേബിൾ പോണ തന്നെയാണ്. ഇതൊന്നവിടെ പൊന്തിച്ച് കെട്ടി വെക്കല്ലേ നമുക്ക്. ഇതിങ്ങനെ ഇതുമ്മല്ലേ ഇവിടെ ഇതുണ്ടോ, ഇതുമ്മ ഇങ്ങനെ പോയി ഇങ്ങനെ അടിയുമ്പോഴുള്ള സൗണ്ട് ആണോ ആയാൽ മതിയായിരുന്നു. നോക്കാം നമുക്ക്. ഏതായാലും ഞാൻ ഈ ഒരു പൈപ്പ് ഉണ്ടല്ലോ, കേബിൾ പോകുന്നൊരു പൈപ്പാണ്. ഇതൊക്കെ പറ്റ പോയിന്. ഇതൊന്നും പറ്റൂലേ. നമ്മളിതിപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോവില്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ കൂട്ടി കെട്ടിയിട്ടുണ്ട് ഇവിടേക്ക്. ഈ സൗണ്ടില്ല. ഇനി ഒന്ന് സ്റ്റാർട്ടാക്കി റൺ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എന്താ അവസ്ഥ അറിയാലോ അല്ലേ മോനോട്ടാ. അതെ. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ എന്തൊക്കെ ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, അതെ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അഭിപ്രായം പറയാം. ആയിക്കോട്ടെ. തുടക്കം തന്നെ പാടി എഴുതി അങ്ങനെ. എടുത്തോട്ടെ, ഞാൻ പോട്ടെ. ഒന്ന് എടുത്തോട്ടെ, ഒന്ന് പോയോക്കാം. ഞാൻ എടുക്കാം. ഇതിങ്ങനെ തെങ്ങും തോപ്പാട്ടോ. ഈ ഒരു തെങ്ങും തോപ്പത്തെ ആള് വന്നു ഞങ്ങളോട് ഈ കല്ലൊക്കെ അങ്ങോട്ട് ഒഴിവാക്കാൻ പറഞ്ഞിട്ട്. എന്താണ് ഏതായാലും എന്താ എന്തേ ഏതായാലും കുഴപ്പമില്ലേ. ഞാൻ അത് അങ്ങനെ എടുത്ത് തിരിച്ചാണല്ലേ. എന്താ അപ്പം നമ്മൾ ഏകദേശം 320 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇപ്പോൾ. അപ്പോഴേക്ക് നമ്മൾക്ക് സീനൊന്നും ഉണ്ടാവരുത്. ചൂടൊന്നുമില്ല വണ്ടി. വേഗം ചൂടാറുണ്ട് നമ്മുടെ വണ്ടി. ഡോറും തുറന്നിട്ട് കൊടുത്ത വേഗം ചൂടാറും. ആ സൗണ്ട് അത് തന്നെ ആയാൽ മതി ടീച്ചറാന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം വലിയ വലിയ ആഗ്രഹങ്ങളായിട്ട് പോകുന്ന യാത്രയാണത്. അത് തടസ്സം പാടില്ല. നാല് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും, ഒക്കെ നമ്മൾ തരണം ചെയ്യും. എന്തൊക്കെയായാലും നമ്മളിത് മുഴുവനാക്കിയിരിക്കും. ഉറപ്പാ. കുക്കാണ് വണ്ടി ഓട്ടാൻ പോണേ. അടിക്കട്ടോ? അടിച്ചാ ആ സൗണ്ട് ഇവിടുന്ന് വരുന്ന ഓട്ടെ. ഇവിടെ നിന്നാണ് ആ സൗണ്ട്. ഓഫായി. ഇവിടെ നിന്ന് എങ്ങനെയാണ് ആ സൗണ്ട് വരുന്നത്? സൈലൻസർ ഭാഗത്തുനിന്ന്. അടിയടാ. എന്താ പ്രശ്നം വെച്ചാൽ മോട്ടറാണ്. മോട്ടറുമെന്നാണ് സൗണ്ട്. മിക്കവാറും നമ്മൾ യാത്രയിൽ ഒരു 500 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ തള്ളേണ്ടി വരും. മുഷ്കിലിനെയല്ലേ രാവിലെ തള്ള. നമ്മളാ പഴയ പരിപാടി. എനിക്ക് തോന്നുന്നു ആ ഭാഗത്തുനിന്നാണ് വരുന്നത്. അതായത് സ്റ്റാർട്ടാകാത്ത കേസില്ല. ആ ഭാഗത്തുനിന്നാണ് അവമെന്നാണ് സൗണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ പറഞ്ഞ വള്ളിയും കുള്ളിയൊന്നും അല്ല. കാര്യം അതായത് സൗണ്ട് വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഏരിയ നിന്നാണ് വരുന്നത്. ഈ ഒരു ഏരിയ നിന്നാണ്. അത് മോട്ടറൊക്കെ സെൽഫ് മോട്ടർ ഒക്കെ വരുന്ന ഏരിയയാണ്. അത് എന്താകും എന്നുള്ളത് കണ്ടറിയാം. നല്ല രസമാട്ടോ. കാരണം എന്താ വെച്ചാൽ കാറ്റാടി യന്ത്രങ്ങളൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണ് ഞങ്ങൾ. ഒരുപാടുണ്ട്. ഹൈവേയുടെ പണി ഇവിടെയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇവിടുന്ന് പളനിയിലേക്ക് 48 കിലോമീറ്റർ, ദിണ്ടിക്കൽ 103, തഞ്ചാവൂർ 259 കിലോമീറ്റർ. അതാണ് അടിപൊളിയാവും. ചോറിൻ്റെ സമയമായി. നമ്മുടെ സാമ്പാറും മമ്പയർ ശരിക്കും വെന്തില്ല, ചിലതും വെന്തില്ല. സാമ്പാർ എങ്ങനെയുണ്ട്? സാമ്പാർ എല്ലാം കുറുകിട്ടോ. കുഴപ്പമില്ല, സാമ്പാറൊക്കെയാണ്. ഈച്ചയുണ്ട്, ഈച്ച. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇനി ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഏതൊക്കെ വില്ലേജ് കയറാം. അല്ല അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കാര്യമായിട്ട് വേറെ എവിടെയും പോയില്ല. ഇന്ന് ഫുള്ള് കുക്കിങ്. ഇതൊക്കെ ആയി കിട്ടാൻ കുറച്ച് ടൈം എടുത്തത്. അപ്പോൾ അത് നോക്കാം. വില്ലേജ് കയറാൻ വെക്കുന്നത് ഒരു ഗ്രാമം. അത് ഇടത്തെ സൈഡിലേക്ക് ആവണം റോഡ്. റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇടത്തെ സൈഡിലേക്കുള്ള റോഡാണെങ്കിൽ നമ്മളതിൽ കയറും. അതിൽ തന്നെ ഇങ്ങോട്ട് പോരുന്ന റോഡാണ്, ബാക്കിലേക്കുള്ള റോഡാണ്, അത് കയറില്ല. അങ്ങനെ അങ്ങോട്ടായിരിക്കണം. അങ്ങോട്ടായിരിക്കണം, അത് നമ്മൾ കയറും. അപ്പോൾ അതാണ് ഇനി അത്തരത്തിലുള്ള റോഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. ഇതാണപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള റോഡ്. ഇത് ഒരു മെയിൻ റോഡ് തന്നെയാണ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ
നമ്മൾക്ക് റൈറ്റിലേക്ക് റോഡ് കയറിയാൽ സംഭവം സക്സസ് ആവും. ഇതൊക്കെ പക്ക ഉൾഗ്രാമം തന്നെയാണ് കേട്ടോ. ഉള്ളിലേക്ക് പോകുന്ന വഴി തന്നെയാണ്. പോയാൽ നല്ല രസമായിരിക്കും. ഇത് ഞങ്ങളെ വീണ്ടും വേറൊരു ഹൈവേയിലോട്ട് കൊണ്ടുവന്നിട്ടു കേട്ടോ. ഇവിടുന്ന് ഈ റോഡ് കയറിയാലോ. ഞങ്ങൾ ഈ ലെഫ്റ്റ് കട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ ചെക്കന്മാരത്തെ ബാറ്റ് കൊണ്ടൊക്കെ ബോളയല്ലടാ. ക്രിക്കറ്റാ? ഒരു ക്രിക്കറ്റ് കളിക്കുകയാണ് പോലെ. കളിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമ്മൾ ഗ്രാമത്തിലെത്തിയിട്ടുണ്ട്. ഗ്രാമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുവാണ്. പതിവ് പോലെയുള്ള കാഴ്ചകൾ തന്നെയാണ്. ചെറിയ ചെറിയ വീടുകൾ, ഷീറ്റിട്ട വീടുകൾ, ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ വീടുകൾ, അത്തരത്തിലാണ് കാഴ്ചകൾ. രണ്ട് കുട്ടന്മാർ വരാണ്ട് ഞങ്ങൾ ഒരു വണ്ടി നമ്മളോട് സൈഡായി കൊടുക്കാം. കൊമ്പൊക്കെ പച്ച പെയിന്റ് അടിച്ച് അടിപൊളി. നമ്മൾ ഈ റോഡാണ് പോണത്. അവിടെ ഒരു ഏട്ടനോട് നമ്മൾ ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞു തന്ന റോഡാണ്. പക്ഷേങ്കിൽ പക്ക ഓഫ് റോഡാണ്. ടാറിങ് ഇല്ല. ടാറിങ് ഉണ്ടായിരുന്നു, പോയതാണ്. ഈ വീടൊക്കെ ഉണ്ടാവും അവൻ്റെ മക്കളെ ഇതൊക്കെ പറ്റ പിടുത്തം വിട്ടുന്നുണ്ടോ. ഓരോരോ വീടുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഇജാതി ഷീറ്റ് ആയിക്കാരെ അവർ മറച്ചേക്കാം. ഇതൊക്കെ കണ്ടാൽ ഇതൊക്കെ ഒരു വീടാണ്. ഈ നമ്മളിപ്പോൾ പോണത് പഴനിക്കാണല്ലോ. ഈ പഴനി തന്നെ നരിക്കൽപ്പട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തേക്ക് ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ ആ ഗ്രാമത്തിലേക്ക് പോകാമെന്നാണ് ഞങ്ങൾ വരുന്നത്. കാരണം എന്താ വെച്ചാൽ ആ ഗ്രാമം എന്ന് പറയുന്നത് ഒരു നെയ്ത്ത് ഗ്രാമമാണ്. അപ്പോൾ ആ നെയ്ത്ത് ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പലവിധ കാഴ്ചകളുണ്ടാവും എന്ന് കരുതിയാണ് പോകുന്നത്. നമ്മൾക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. എന്നിട്ട് നമുക്ക് പളനി പിടിക്കാം. പളനി മുരുകൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. പളനിയിൽ ക്ഷേത്രത്തിനടുത്തേക്കാണ് പോകുന്നത്. പക്ഷെ ആദ്യം ഇവിടെ ഒന്ന് പോയി നോക്കാം. കാരണം നമ്മൾ പോകുന്ന വഴി ആയതുകൊണ്ട് ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ മാറി പോയാൽ മതി. ഇത് എടുത്തിട്ട് പോകാമല്ലോ. അപ്പോൾ സമയം എന്ന് പറയുന്നത് 4-4:30 ആയി. അപ്പോൾ ഇപ്പോൾ പോയാൽ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേന് പളനിയിലെത്താം. ഹൈവേയിൽ നിന്നും ഈ ഒരു റോട്ടിലൂടെ കയറുവാണ്. റോഡൊക്കെ കണ്ടിട്ട് നല്ല പുതിയ ടാറിങ്ങും കാര്യമൊക്കെ കേട്ടോ. ഇതാണ് ആ ഒരു ഗ്രാമീണ റോഡ്. റോട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ 2 സൈഡിലും നല്ല കൃഷിയാണ്. ഈ സൈഡിൽ നല്ല തെങ്ങൊക്കെ ഉണ്ട്. പിന്നെ നല്ല മുരിങ്ങക്കായുടെ കൃഷിയാണല്ലേ. അപ്പോൾ അതുപോലെ തന്നെ കറിവേപ്പില നട്ടുണ്ട്. പിന്നെ ഈ സൈഡ് ചോളാണല്ലേ. ചോളം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് വീടുകളുണ്ട്, കോവിലുകളുണ്ട്. അടുത്തൊരു മെയിൻ റോഡിലേക്ക് വന്ന് നമ്മൾ ചാടിയിട്ടുണ്ട്. ആ ചെക്കന്മാരെ ബൈക്കുമ്പോൾ പോകണമല്ലേ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നതാണ്. ഓരോ നമ്മുടെ ചെല്ലാൻ പറയണ്ടാണ്ട് നമ്മുടെ എത്തണ്ടേ. നമുക്ക് ക്യാമറ വിടാം. വീട്ടിൽ പിടിക്കണ്ട. അങ്കുപ്പാറയുടെ പയ്യ ഊർക്ക് വേണ കൂട്ടിട്ട് പോ. சும்மா போயிட்டு இருக்கேன். பழனிக்கு தான் போறேன். பழனிக்கு தான் போறேன். பழனி தாண்டி வந்துட்டீங்க? பழனி அங்கே தான் எனக்கு தெரியும். அங்கே ஹைவே இருந்து விட்டே தான் வந்தேன். இங்கே வில்லேஜ் எல்லாம் பார்த்து போகலாம். ஆமாம். சப்ஸ்கிரைப் பண்ணேன். சப்ஸ்கிரைப் பண்ணிக்கலாம், ஃபாலோ பண்ணிக்கலாம். பாய். ഓക്കെ, താങ്ക് യു. ബൈ. അപ്പോൾ ചെക്കന്മാരെ ഒരു കുറേ നേരമായി നമ്മോട് ഇങ്ങനെ കൈ കാണിക്കണു, കാറ്റ് തരണു, സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞാണ്ടേ. അപ്പോൾ നമ്മളൊന്ന് ഓട്ടെ ഒരപ്പൊന്ന് പിടിക്കാൻ പറഞ്ഞവർ കൈ കൊണ്ട് ഇങ്ങനെ. അല്ല ചെക്കന്മാരല്ലേ. നരിക്കൽപ്പട്ടി ഗ്രാമത്തിലേക്കുള്ള വഴി ഇതിലെ ഇടത്തേക്ക് തിരിയും. ഇതിലെ പോകും. നെയ്ത്ത് ഗ്രാമം എന്ന് പറഞ്ഞിട്ട് വളരെ വിജനമായി കിടക്കുവാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ തോറ്റുപോയി നല്ല ആൾക്കാരൊക്കെ ഉറങ്ങി പോയി. കാറ്റടിച്ചുണ്ട്. എങ്ങനെ ചതി കാറ്റടിച്ചുണ്ട്. ഇവിടുത്തെ ഉറങ്ങിപ്പോയി വന്നത്. അതോടെ നല്ല കാറ്റാണ്. അതുകൊണ്ട് ഇത്രയും ബില്ലുകളൊക്കെ ഇതിലുള്ളത്. നല്ല കാറ്റാണ്, നല്ല കാറ്റാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നെയ്ത്ത് ഗ്രാമത്തിൽ കയറിയിട്ട് നമുക്ക് അതൊന്ന് കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഹൈവേയിലേക്ക് വന്ന് ചാടിയിരിക്കുവാണ്. നമ്മൾ ഹൈവേയിലേക്ക് എത്തി. ഇനി നമ്മൾ നേരെ പഴനി വിടാം. ഇനിയിപ്പോൾ നോക്കിയിട്ട്
ഇനി നമ്മൾ നേരെ പളനി വിടാം. കോട്ടയുണ്ട് പളനിക്ക് വണ്ടി. ആ കാണണ്ട, അതാണ് ടെമ്പിൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലൊക്കെ നല്ല പാർക്കിങ്ങിൽ വണ്ടി ഇട്ട് സൈഡാക്കുന്നതാണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 5-5:30 ആയി. ഓട്ടത്തിൻ്റെ ആവശ്യമൊക്കെ ആയി. നമുക്ക് ഇവിടെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇതിൻ്റെ ചുറ്റും ഒന്ന് നടക്കണമെന്ന് നല്ല രസീകാരം. പയനിയിൽ ഇങ്ങനെ ഒരു പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. സാധാരണ നമ്മളുടെ ആളുകളൊക്കെ വരുമ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു പാർക്കിംഗ് തന്നെയാണ്. പക്ഷേങ്കിൽ ഇവിടെ ഒരു കേരള ലോഡ്ജ് ഉണ്ടല്ലോ, അത് എവിടെ? ഞാൻ കുറേ ആയി പയനിക്ക് വന്നിട്ട്. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ മലയാളികൾ വന്നു കഴിഞ്ഞാൽ അധികം നിൽക്കുന്ന ഒരു ലോഡ്ജാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് ക്ലിയറാണ്. ഇവിടെ ഇങ്ങനെ ടോയ്ലറ്റും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ ഈ പാർക്കിങ്ങിൽ. അപ്പോൾ ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്. എന്തായാലും നമ്മൾക്ക് ഇന്ന് നൈറ്റ് ലൈഫ് കാണിക്കുന്നല്ല, ഒരു 7 മണി വരെയും കൂടി നമുക്കൊന്ന് പിടിച്ച് നോക്കാം. അതായത് ഇവിടെ ഈ പയനിയിൽ എത്തിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നെ മൊബൈലിൽ ചാർജ് ഇല്ല. ഈ ചാർജർ ഇത് കംപ്ലൈൻ്റ് ആയിരിക്കുന്നത്. ഇത് വണ്ടി നിർത്തിയിട്ട് കുത്തി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, റണ്ണിങ്ങിൽ ഇത് ചാർജ് ആവണില്ല. ഇപ്പോൾ ഞാൻ ഫോൺ ഇപ്പോഴാണ് കുത്തിയേക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പും എല്ലാ സംഭവവും നമ്മളുടെ മൊബൈലിലാണല്ലോ. അപ്പോൾ അത് ഫോണിന് റെസ്റ്റില്ലാത്ത യൂസിങ് ആണ്. അതോടൊപ്പം തന്നെ ഈ ചാർജ് കയറാത്ത വിഷയവും. അങ്ങനെ ആകുമ്പോൾ ഇനി എന്താവുമെന്നറിയില്ല. ഞാനത് പൊള്ളാച്ചിയിൽ ചാർജർ നോക്കി, പക്ഷേങ്കിൽ അവിടെ ഇല്ല, കിട്ടാനില്ല. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ പളനിയിൽ ഈ കാറിൻ്റെ ആക്സസറീസൊക്കെ ഉള്ളിടത്ത് ഈ ഐറ്റം പോലത്തെ വേറെ ഇതിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നോക്കണം, തപ്പണം. നാളെയൊക്കെ തപ്പിയിട്ടേ നമുക്ക് ഈ ഒരു ഇവിടുന്ന് വിടാൻ പറ്റുള്ളൂ, പളനി വിടാൻ പറ്റുള്ളൂ. കിട്ടുന്ന നിർബന്ധമാണതേ. ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല. അപ്പോൾ അതിന് മേലേക്ക് പോകണമെങ്കിൽ ട്രെയിനും കാര്യമൊക്കെയാണ്. അതിലെങ്ങനെ ട്രാക്കും കാര്യമൊക്കെ കാണുന്നുണ്ട്. അതിന് മേലേക്ക് അങ്ങനെ ട്രെയിനിലാണ് ഇപ്പോൾ പോവുക. 3 ട്രാക്ക് ഉണ്ട്, 3 മുട്ടയടിക്കുന്ന സ്ഥലമാണ് അല്ലേ. മുരുകന് വഴിപാടായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു വഴിപാടാണ് മുട്ടയടിക്കൽ. ധാരാളം ആളുകളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഞാനും കുക്കും ഉണ്ട്. കുറച്ച് നേരം നടന്നിട്ട് അങ്ങനെ വരാം നമുക്ക്. കാവടി എന്തിപ്പോ കാവടി. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ, യൂണിക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് എല്ലാവരും കയറി പോവാം. അനൗൺസ്മെൻറ്റും കാര്യമൊക്കെ ഉണ്ട്. ഇതിലങ്ങനെ പോകും. 3 ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പോരാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പ് കിട്ടണം. അതുപോലെ തന്നെ കാറിൻ്റെ നമ്മുടെ വണ്ടീൻ്റെ ചാർജർ പരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടോ നോക്കണം. അത് കാറിൻ്റെ ആക്സസറീസ് ഒക്കെ ഉള്ളിടത്ത് കിട്ടും. അങ്ങനെ ആക്സസറീസിൻ്റെ ഷോപ്പ് വല്ലതും ഉണ്ടോ അത് നോക്കണം. ഓട്ടോക്കാരെ കാണണം, അവരോട് ചോദിച്ചാൽ കാര്യങ്ങൾ അറിയും. അപ്പോൾ ഞങ്ങൾ അത് തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ റോട്ടിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ലുക്കോ നമ്മൾ പണ്ട് വന്നതിന് ഞങ്ങൾ കുറേ മുമ്പ് വന്നിരുന്ന അതുപോലെ അല്ല. ഇപ്പോൾ ബിൽഡിങ്ങുകളൊക്കെ മാറി ഒക്കെ പുതുക്കി പണിതു. അത് ഇപ്പോൾ സെറ്റപ്പായി. ഇപ്പോൾ അമ്പലം ഒരു എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ നമ്മൾ ചെന്നിട്ട് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടാവുക അത്തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. പക്ഷേ ഞങ്ങളൊക്കെ ആദ്യം വരുമ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു ലോഡ്ജാണ് ഈ കാണുന്ന പാലായി മഠം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോഴും അതേപോലെ തന്നെ ആ ബിൽഡിങ്ങിൽ ഇതിനടുത്ത് തന്നെയാണ്. ഇവിടെ ഉണ്ടോ കുറേ കുതിരകളൊക്കെ ഉണ്ട്. കുതിര സഫാരി, അതോ കുതിരയിൽ നമ്മൾ കൊണ്ടുവിടുകയൊക്കെ ചെയ്യുമായിരിക്കും അല്ലേ. ഓ, മെഡിക്കൽ ഷോപ്പ് കിട്ടണമെങ്കിൽ ഈ പാലം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകണം. അവിടെ തന്നെ ചാർജറും ഇല്ലേ. ഇപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ല. ഇപ്പം ബസ് സ്റ്റോപ്പിൽ തന്നെ ബസ് സ്റ്റോപ്പ് തന്നെ. ബസ് സ്റ്റോപ്പ് ഈ പാലം കഴിഞ്ഞ ബസ് സ്റ്റോപ്പാണ്. അത് ശരിയല്ലേ. അപ്പോൾ ഇവിടുന്ന് നമ്മളിവിടെ ഇതൊരു കായലാണല്ലോ അല്ലേ. ഏകദേശം 1 കിലോമീറ്ററിനടുത്തേക്ക് നമുക്ക് മൊത്തത്തിൽ നടക്കാണ്ട അവിടേക്ക് നമ്മൾ മെഡിക്കൽ ഷോപ്പും നമ്മുടെ ചാർജറിൻ്റെ കേബിളും കിട്ടാൻ വേണ്ടിയിട്ട്. കേബിളല്ല നമുക്ക് കിട്ടുന്നത്, അതിൻ്റെ സ്ലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഫുട്പാത്ത് പറഞ്ഞാൽ വലിയ പ്രശ്നമല്ല. പക്ഷേ എങ്കിൽ നമ്മൾ അപ്പുറത്തേക്ക് എത്തണം. അവിടെ അല്ല ഇതിന് ശരിക്കുള്ള വ്യൂ കിട്ടുക. ഇത് വായ്പുറി ടാങ്കോ, അതൊരു കുളം പോലെ. അല്ലാതെ ഇതൊക്കെ വേറെ ഇവിടുന്നും വെള്ളത്തിൻ്റെ സ്രോതസ് ഒഴുക്ക് വരിക അങ്ങനെയൊന്നും ഇല്ല. ഒന്ന് ഇവിടെ കറച്ച് ചളിയാണ്. അതിലാക്കണ പശു, കുതിര അല്ലേ, പോത്ത് തുടങ്ങിയവയൊക്കെ പുല്ലുന്നുകൊണ്ടിരിക്കണം. നമുക്ക് ഈ പാലം കഴിഞ്ഞ് അങ്ങനെ പോകണം. നല്ല രസമാണ് ഇവിടുന്ന്. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് പാലിന് ലൈറ്റൊക്കെ ഇട്ടുകണ്ട. അത് ലൈറ്റ് വരുമ്പോഴാണ് നല്ല രസമാണ് കാണാം.
അതിൻ്റെ മേലെ കയറിയിട്ട് ഈ നേരത്തെ അതിൻ്റെ മേലെ കയറി നോക്കുവാണെങ്കിലോ അടിപൊളിയായിരിക്കും. പിന്നെ അത് മാത്രമല്ല നൈറ്റിൽ അങ്ങോട്ട് കയറുവാണെങ്കിൽ നല്ല ഫുഡും കിട്ടും കേട്ടോ, നല്ല ഭക്ഷണം, നല്ല അന്നദാനം. ഈ നേരത്തെ നൈറ്റിൽ നല്ല ഭക്ഷണം ഉണ്ടാവും. എല്ലാം കൊണ്ടും അടിപൊളിയായിരിക്കും. പക്ഷേ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, നമ്മുടെ ഭക്ഷണം വേസ്റ്റ് ആകാൻ പാടില്ല. അപ്പോൾ നമ്മളെ തന്നെ കഴിക്കാമെന്നാണ് കയറുന്നത്. പിന്നെ ഇതുപോലെ ഒരുപാട് പേര് റോട്ടിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ, പറയാനുള്ള കാര്യം. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അത് നമ്മൾക്ക് എന്താ പറയുക, കാണുമ്പോൾ തന്നെ നമുക്കറിയാം ബുദ്ധിമുട്ടാണ്. ഇതിൽ നടന്ന് ഇരുടായിട്ടോ, കമ്പം ഇരുടായി പോയി. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. വണ്ടിയിൽ സാധനങ്ങളൊക്കെ വണ്ടിയിലാണ്, എന്താവോ അറിയില്ല. വണ്ടി നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും മിസ്സായി പോവാവോ, വണ്ടിനെ കാണാതാകാവോ എന്തോ അറിയില്ലല്ലോ. അതാണ് നമുക്കുള്ള ആ ഒരു പ്രശ്നം. നമ്മൾ വണ്ടി നിർത്തിപ്പോകുന്നത് ലോക്കില്ലാത്തതുകൊണ്ട് ഭയങ്കര പേടിയാണ്. അതെന്നെ മനസ്സിലേക്ക് അങ്ങനെ വരും. നമ്മളിവിടെ പോലെ സമാധാനം നമുക്ക് കിട്ടില്ല, അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ആക്സസറീസിൻ്റെ ഷോപ്പ് കൂടി കിട്ടിക്കഴിഞ്ഞാലൊക്കെ ക്ലിയറായി. സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. ഈ സാധനമാണ് നമ്മുടെ വണ്ടിക്കുള്ളത്. സെയിം സാധനം ഇവിടെ ഉണ്ട്, നമുക്ക് കൊണ്ടുപോകാം. നല്ല ഷോപ്പാണ്, ഇവിടെ എല്ലാവിധ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് കിട്ടി അല്ലേ. ഈ സംബന്ധിച്ച് ഇതില്ലെങ്കിൽ നമ്മളുടെ ചാർജിങ് ഫാസ്റ്റ് ആവണില്ലേ, ഫ്ലോവിൽ കയറാൻ പെട്ടെന്ന് ഇറങ്ങി പോവാം, അതാണ് സംഭവം. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ചോദിച്ചത്. ഇതുണ്ട് ഇതിൽ ഏത് വേണമെങ്കിൽ എടുക്കുക. നമ്മൾ ചോദിച്ചത് ഇതാണ് നമ്മൾക്കുള്ളത്. ആ, ഇതിൻ്റെ വില 580 കേട്ടോ, ഇതിന് 500 നമ്മളവിടെ ഈ സാധനത്തിൻ്റെ വില എന്താ പറയുക, ഞങ്ങൾക്ക് 900 റുപ്യക്കാണ് ഈ സാധനം വാങ്ങിയത്. അപ്പോൾ അതാണ് മാറ്റം ഉണ്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞോളൂ, ഞാൻ നാളെ പഴനി വിടും. പഴനി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം കിട്ടില്ല. ഇത് രണ്ടും വേറെ കമ്പനിയാണ്. സൂപ്പർ കമ്പനി ഇത് ഏതാ കമ്പനി, ഇത് വേറെ ഏതോ കമ്പനിയാണ്. ട്രാക്ഷൻസും എന്തോ പറഞ്ഞിട്ടുണ്ട് കമ്പനിയാണ്. ഏതായാലും ഇതാകുമ്പോൾ വേറെ കമ്പനി. കാരണം നമ്മൾ ഒറ്റ വട്ടം തന്നെ ചതിച്ച്. ഇതുകൊണ്ടായി നോക്കാം, ഇതുകൊണ്ടായിട്ട് ഇനി ഇത് ചതിക്കും എന്തോ അറിയില്ല. ചിലപ്പോൾ പണി കിട്ടും അല്ലേ. അല്ല, AC/DC ആണത്. 210 വാൾക്ക് 500 റുപ്യ ഡിസ്കൗണ്ട്. ഈ ഒമിനിൻ്റെ അപ്പുറത്താണ് ഞങ്ങൾ ഇട്ടിരുന്നത് കേട്ടോ. എൻ്റെ അമ്മ, ശ്വാസം വീണ് പറയാനായിട്ടില്ല. നമുക്കതിൻ്റെ ഉൾഭാഗം കൂടി കാണണം, ഉള്ളാട് കാണണം. നമ്മളുടെ വാതിലാണത്. ഇതാണ് ഗോദ്രേജിൻ്റെ പൂട്ടിയിട്ട് പോകാറില്ല ഞങ്ങളങ്ങനെ പൂട്ടിയിട്ട് പോയതാണ്. എല്ലാം നേർക്കാ ലൈറ്റ് ഇടുന്നെങ്കിൽ ചാവി വേണം, ആക്കാൻ എൻ്റെ കയ്യിലല്ലേ. സംഭവമൊക്കെ ഉണ്ട് കേട്ടോ, ഒരു സാധനം ഒഴിവില്ല, എല്ലാം ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ ചാർജറാണ് വാങ്ങിയത്, ഇതല്ല ഇതിൻ്റെ വേറെ കമ്പനി. നൈറ്റ് ലൈഫായിട്ട് അധികമൊന്നും കാണിക്കുകയല്ല, അധികമൊന്നും കാണിക്കാനുള്ള സമയമല്ല അല്ല മോനെ. അതെ, സമയമില്ല. കടക്കിടണ മാത്രമേ ഇടുന്നുള്ളൂ. അതെ, ആ ബെഡും ആ കടക്ക മാത്രം, കടക്കണ രംഗം. അല്ലാത്ത ഇല്ല, അല്ലാത്ത നമുക്കറിയാലോ അപ്പൊ എങ്ങനെ വെക്കണെന്ന്. ഓക്കെ, ഇത് ഞങ്ങൾ രാത്രി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം, അഥവാ നമ്മൾക്ക് വെള്ളം കുടിക്കേണ്ടി വന്നാൽ കുടിക്കാമെന്ന് കരുതിയിട്ട്. പിന്നെ ഞങ്ങൾക്കറിയാലോ, നമ്മൾ ഈ ഒരു പാർക്കിങ്ങിലായിരുന്നു. ഇവിടെ ഒരുപാട് വാഹനങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ ദർശനം കഴിഞ്ഞ് ഭഗവാന്റെ മുന്നിൽ പോയി, അവരൊക്കെ ഭഗവാനെ കണ്ട് തൊഴുത് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരൊക്കെ പോയി. ഇനി നമ്മളുടെ വണ്ടിയുണ്ട് ഇവിടെ ഒരു കാറുണ്ട്, അവിടെ ഒരു കാറുണ്ട്, അങ്ങനെ കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഇനി നമ്മളുടെ പരിപാടി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇനി ബെഡ് ഇടുക എന്നുള്ളതാണ്. ബെഡ് ഇടണമെങ്കിൽ ഒരുപാട് ടാസ്ക് ഉണ്ട്. ഈ സംഭവങ്ങളൊക്കെ ഇതൊക്കെ എടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാം നമുക്ക്.
ഞങ്ങളുടെ ബെഡ് സെറ്റാക്കൽ. ബെഡ് ഇട്ടു. ഇനി നമ്മുടെ പരിപാടി കൊതുകുപോലെ കെട്ടണം. കൊതുകുപോലെ കെട്ടിയിട്ട് കർട്ടൻ 2 മൂടണം. മൂടിയിട്ട് നമ്മൾ കിടക്കും. നേരത്തെ ബെഡ് ഇടാനും പറ്റില്ല, ഈ കിടക്കാൻ നേരമാകുമ്പോൾ തന്നെ പറ്റുള്ളൂ. അതാണ് ഇപ്പോൾ ഇതിൽ വരുന്ന ഒരു വിഷയം. പിന്നെ ഇപ്പോൾ ഈ ലൈറ്റ് ഇല്ലാത്തതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടീൻ്റെ ഫ്രണ്ടിലാണ് ലൈറ്റ് ഉള്ളത്. അപ്പോൾ അത് ഓഫാക്കിയിട്ടാണ് ഞങ്ങൾ കയറാറ്. എന്നാൽ പിന്നെ അങ്ങനെ ഇതിപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഒരുപാട് വട്ടം ചെയ്തതാണ്, അതുകൊണ്ടാണ് അത് ഇന്നും ഉൾപ്പെടുത്താത്തത്, നിങ്ങൾക്കൊരു മടുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലടാ. അതെ. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ നാളെ ഞങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകണം. അത് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടോ? ഓക്കെ, 4 മണിക്ക് വെക്കും. ഞങ്ങൾ ജയിക്കൊന്നുമില്ല, വെക്കും. 4 മണിക്ക് വെച്ചപ്പോൾ 5 മണിക്ക് 4 മണി പോരാ, 5 മണിക്ക് അതിട്ടാണ് മുമ്പോട്ട് വെക്കുന്നത്. അതെ. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ഉറങ്ങിക്കോളി കേട്ടോ മക്കളെ. ബൈ. ബൈ ബൈ.